ഹലോ, ചോക്ക് ആൻഡ് ചില്ലീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോയ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ ഒരു കസിൻ്റെ കല്യാണമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഇന്ന് കല്യാണത്തിന് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഞങ്ങൾ എണീച്ചു, ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കല്യാണത്തിൻ്റെ അവിടെ ഓൾമോസ്റ്റ് എത്താറായി. അങ്ങനെ ഞങ്ങൾ അവസാനം കല്യാണത്തിൻ്റെ പ്ലേസിൻ്റെ അവിടെ എത്തി, ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തി. എല്ലാവരും വന്നു. അപ്പം നമ്മളും പോയി, അവിടെ പോയി എല്ലാവരെയും കണ്ടു. അടിപൊളിയായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് കല്യാണത്തിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കാനാണല്ലോ. അതാണല്ലോ നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയണത് അല്ലേ. അപ്പം ഞങ്ങളവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കാണാൻ വേണ്ടി പറ്റി. ഇതുപോലത്തെ കല്യാണത്തിനും പാലുകാച്ചിനൊക്കെ പോകുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ വീണ്ടും ഒന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നത്. അങ്ങനെ ഞങ്ങളവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് ഭക്ഷണം കഴിപ്പാണല്ലോ അല്ലേ. അപ്പം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ കൂട്ടുകാർക്ക് അറിയായിരിക്കും ഇവിടുത്തെ കല്യാണത്തിൻ്റെ പ്രത്യേകത. പക്ഷേ എൻ്റെ കർണാടകയിലെ കൂട്ടുകാർക്ക് അറിയത്തില്ലല്ലോ ഇവിടെ എങ്ങനെയാണെന്നുള്ളത്. അതാണ് ഇനി അടുത്തത് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് പെണ്ണും ചെറുക്കനും കേട്ടോ. അങ്ങനെ അവരവരുടെ പുതിയ ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ച് മംഗളമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പം ഇവിടെ ഭയങ്കര തിക്കും തിരക്കും അടിയും ബഹളവും ഓട്ടവും ഒക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കും അവിടെ എന്തോ അടി നടക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ എന്തോ പ്രശ്നം നടക്കുകയാണെന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ഇനിയിപ്പം അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. കേരളത്തിലെ കൂട്ടുകാർക്ക് അറിയാം കേട്ടോ ഇവിടുത്തെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ എൻ്റെ കർണാടകയിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് പറയുന്നത്. അപ്പോൾ അവിടുത്തെ അടിയും ബഹളവും ഈ കൂട്ടും എല്ലാം ഇങ്ങനെ കാണുമ്പോൾ കണ്ടോ, ഈ ജനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കത്തില്ല അവിടെ എന്തോ സംഭവം നടക്കുകയാണെന്ന്. അങ്ങനൊന്നും അല്ല കേട്ടോ. അവിടെ എന്തിനാണ് ആ ഡോറിൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഡോർ അങ്ങ് തുറക്കുമ്പോഴാണ് എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കയറാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് അവിടെ കാണുന്നത് കേട്ടോ. നമ്മൾ ഈ ക്യൂവിൻ്റെ അകത്തേക്ക് നിന്നു, പക്ഷെ നമുക്ക് സ്ഥലം കിട്ടിയില്ല. അവസാനം നമ്മൾ എന്ത് ചെയ്തു, ഇതിപ്പോൾ നമുക്ക് ഏകദേശം ട്രിക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ഡോറിൻ്റെ അടുത്ത് തന്നെ നിന്നു കേട്ടോ. അടുത്ത ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ ഡോറ് തുറന്നതും ഒറ്റ ഓട്ടം. അങ്ങനെ ഞങ്ങൾക്കും സീറ്റ് കിട്ടി. ഞങ്ങളും ഒരിടത്തിരുന്നു. നമ്മളിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇല വരാൻ വേണ്ടിയിട്ട് കാത്തി നിൽക്കുക എന്നുള്ളതല്ലേ. ഇലയൊക്കെ വന്ന് ഓരോ സാധനങ്ങളിങ്ങനെ കൊടുക്കാൻ തുടങ്ങി. ഇഞ്ചി, പച്ചടി, കിച്ചടി, തോരൻ, പിന്നെന്താണ് അവിയൽ, അച്ചാറ്, അങ്ങനെ പല വെറൈറ്റി കൂട്ടുകറികളും. ചോറ് വിളമ്പി, അതിൻ്റെ കൂടെ പരിപ്പ് വിളമ്പി, പരിപ്പും കൂട്ടി പപ്പടവും കൂട്ടി കഴിച്ചതിന് ശേഷം പിന്നെ ഒരു സാമ്പാർ തരും. സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം പായസം, ഒരു ടൈപ്പ് പായസമൊന്നുമല്ല കേട്ടോ, 3-4 വെറൈറ്റി പായസം. അടപ്പായസം, കടലപ്പായസം, പാൽപ്പായസം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പായസവും ബോളിയും ഒക്കെ കാണുമേ. ബോളിന്ന് ഇവിടെയാണ് പറയുന്നത്, നമ്മുടെ കർണാടകയിൽ ഹോളിക എന്ന് പറയത്തില്ലേ അത്. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു ക്ഷീണിച്ച് തളർന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു.